ആരുണ്ടായിട്ടും കാര്യം നമ്മുടെ വയസ്സായില്ലേ നോക്കാൻ. ആരാളുടെ ഭാര്യ പോയി, ജീവിതം പോയില്ല, ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ മേപ്പാടിയാണുള്ളത്. എൻ്റെ വീട് ചൂലവലയാണ്, മുണ്ടക്കൈയാണ് വീട്. ചൂലവല മകളെ വീട്ടിലേക്ക് ഞാൻ വന്നാണ്, ഞാനും ഭാര്യ വന്നാണ്. അവിടെ നമുക്ക് ഉരുൾപൊട്ടലുണ്ടായ ദിവസം ഇതേമാതിരി ദിവസം ഫസ്റ്റത്തെ പൊട്ടിന് മകളെ വീട്ടിലായിരുന്നു. പിന്നെ പെട്ടെന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ താഴേക്ക് വീട് ആ വീട് പോയില്ല, മേലേക്ക് പോയില്ല, താഴെ വീട് വന്നിട്ട് എൻ്റെ അവിടുന്ന് ആ വീട് അടിയിൽ നിന്ന് പൊട്ടിയിട്ട് എൻ്റെ ഭാര്യ ഞാനും കൂടി ചളിയിൽ കിടന്ന് ആകെ ഇതായി. പിന്നെ അവിടുന്ന് അടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോയി. അടുത്ത വീട്ടിൽ പോയി ഞങ്ങൾ കൊണ്ടുപോയി. എൻ്റെ മകളൊക്കെ അവിടുന്ന് പോയി. പിന്നെ അവിടുന്ന് എനിക്ക് സംഭവിച്ചത്. ഇവിടെ ആരാ ഉറങ്ങുന്നത്? എൻ്റെ ഭാര്യ ഉണ്ട് അവിടെ താഴെ ഭാഗത്ത്, ലക്ഷ്മി എന്നാ പറയുക. എൻ്റെ ഒരു മകൾ മേപ്പാടി ഇതുണ്ട്, മേപ്പാടിയാണ് വെച്ചെന്നെ. രണ്ടാളെ മരിച്ചുപോയത്. അതുപോലെ ഭാര്യ ഇവിടെ കയ്യും കാലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ചാലിയാർ പുഴയിൽ നിന്നാണ് കിട്ടിയത്. ഭയങ്കര സങ്കടത്തിൽ നല്ല നോക്കുന്ന സ്ത്രീയായിരുന്നു. അഞ്ച് മക്കളുണ്ടിരിക്കും. എന്താ ചെയ്യുക? ആരുണ്ടായിട്ടും കാര്യം നമ്മുടെ വയസ്സായില്ലേ നോക്കാൻ. ആരാളുടെ ഭാര്യ പോയി, ജീവിതം പോയില്ല, ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വിഷമിക്കാതിരിക്കുമെന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ അറിയാം, ഈ അച്ഛൻ്റെ മോളെ വീട്ടിൻ്റെ അടുത്ത് വീടാണ് മോളെ. ഞങ്ങളന്ന് ആസ്പത്രിയിലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിയായത്. തൊട്ടടുത്ത് വീട്ടിൽ തൊട്ട വീട്, അവരെ വീട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞങ്ങളെ വീട് പോയി, നമ്മളെ വീട്ടിന് മേലെ വെള്ളം കണ്ടിട്ട് അവർ ഓടിയതായിരുന്നു. അങ്ങോട്ട് മേലെ അപ്പുറത്ത് നീതുവിൻ്റെ അവിടേക്ക്, അവിടെ നിന്നാണ് പോയത്. നമ്മക്ക് നമ്മളെ വീടൊക്കെ പോയിക്കോട്ടെ, നമ്മളെ കുടുംബത്തെ ആൾക്കാർ പോയി, എന്നാലും അയൽവാസികൾ നമ്മളൊരു കുടുംബം പോലെ കഴിയുന്നതാണ്. മൊത്തം പോയി, എല്ലാവരും പോയി. ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയില്ല. വാട്സപ്പിൽ അപ്പോൾ ഓട്ടം വരുന്ന കണ്ടിട്ട് അടച്ചവന് ഇനി മരിക്കുന്നവരെ എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ ആയാലും നമുക്കത് സഹിക്കാൻ കഴിയില്ല മോളെ. ഞാൻ അന്നോട്ട് ഷുഗറും കൊളസ്ട്രോളും കൂടിയിട്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോണത്. അടച്ചവന് താങ്ങാവുന്നാലും അപ്പുറമാണല്ലോ. പിന്നെ പേരക്കുട്ടിനെ കെട്ടി നമ്മളടുത്ത് മോനാട്ടം പറയും പട്ടാമ്പിക്കാരനാ. അയാളന്ന് മദ്യവെച്ച് കിടന്നിട്ട് അവരെ ഭാര്യയും അയാളും പോയി. അടുത്ത വീട്ടിലെ റംലാഷർപ്പ് പോയി. അപ്പുറത്ത് അതുപോലെ ജീഷ, മുരുകൻ, അപ്പൂസ് വിളിക്കും അവരെ കുട്ടി. പിന്നെ ഇപ്പുറത്ത് അവരെ തങ്കമക്ക അവരെ അമ്മയാണ്. പിന്നെ ഇപ്പുറത്ത് സാവിത്രി, അതുപോലെ ഗുരുമല്ല എന്നൊക്കെ പറയും. ഏട്ടനനിയന്മാർ 3 ആളും അവരെ ഭാര്യമാരും മക്കളും ഒക്കെ പോയി. അയത്തെയാണ് ആ ശ്രുതി എന്ന് പറയുന്ന കുട്ടി നമ്മളെ അടുത്ത വീടാണ്. എല്ലാവരും പോയി. അവരനിയത്തിയും ചെറിയച്ഛൻ്റെ ഒരു മോനും ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ പോയി. ഒക്കെ നമ്മളെ വീടിൻ്റെ പുറകുവശത്ത് അവരെ വീട്.